നീ കുപ്പയാണടാ, നീ ദോഷിയാണടാ, നീ പാപിയാണടാ, നീ കൃമിയാണടാ, നീ പുഴുവാണടാ. ഇങ്ങനെയൊക്കെ മതം പഠിപ്പിച്ച് നമ്മളെ തന്നെ അങ്ങ് സങ്കുചിത മനോഭാവത്തോടു കൂടെ വെച്ചിരിക്കുമ്പോൾ ബൈബിൾ പറയുന്നു, ജീസസ് ക്രൈസ്റ്റ് പറയുന്നു, നിങ്ങൾ അവൻ്റെ രാജ്യമാണെന്ന് പറയുമ്പോൾ പുഴുവായിരുന്ന ഞാൻ രാജ്യമാണെന്ന് പറയുമ്പോൾ ആനയും ആട്ടുകുട്ടിയും തമ്മിലുള്ള വ്യത്യാസം അല്ലേ? രാജ്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് ഒരു ചെറിയൊരു പിക്ചർ കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇനി നിങ്ങൾ കുറച്ചുകൂടെ ആഴത്തിൽ ജീസസ് പറഞ്ഞ രീതിയിൽ നിങ്ങൾ അതിനെ ഒന്ന് അന്വേഷിക്കുക. എന്താ ജീസസ് പറഞ്ഞ? മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ എന്നാണ്. അപ്പോൾ രാജ്യത്തെക്കുറിച്ച് അന്വേഷിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെക്കുറിച്ച് അന്വേഷിക്കണമെന്നാ? നാം നമ്മെക്കുറിച്ച് അന്വേഷിക്കണമെന്നാണ്. എക്സ്റ്റേണലി അല്ല, ഇന്റേണലി. ആദ്യം പറഞ്ഞു നിങ്ങളുടെ ഉള്ളിലാ ദൈവരാജ്യം, പിന്നെ പറഞ്ഞു നിങ്ങൾ തന്നെയാണ് ദൈവരാജ്യം. സോ നിങ്ങൾ അന്വേഷിക്കുന്നത് പുറമേയുള്ള വ്യക്തികളിലേക്കോ പുറമേയുള്ള റിസോഴ്സുകളിലേക്കോ അല്ല, എന്നെ തന്നെ ആ പൊട്ടൻഷ്യലായിട്ട് കാണുക. ദൈവത്തിൻ്റെ നീതി അന്വേഷിക്കണം, റൈച്ചസ്നസ്. ദൈവരാജ്യം ഭക്ഷണവും പാനവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷവും അത്രേ. അപ്പം ദൈവരാജ്യത്തിൻ്റെ അകത്താണ് എന്തൊക്കെ ഇരിക്കുന്നത്? നീതിയും സമാധാനവും സന്തോഷവും ഇരിക്കുന്നത്. പുറമേ അല്ല, എവിടെ? ദൈവരാജ്യത്തിൻ്റെ അകത്തുള്ള റിസോഴ്സുകളിൽ ഒന്നാണ് നീതി എന്ന് പറയുന്നത്. അപ്പോൾ നീതി അന്വേഷിച്ച് എങ്ങോട്ട് പോകണം? പള്ളിയിൽ പോകണം, ബൈബിളിൽ തപ്പണം. പിന്നെ നമ്മുടെ ഉള്ളിലിരിക്കുന്ന നീതിയെ കണ്ടെത്തണം, നമ്മുടെ ഉള്ളിലിരിക്കുന്ന സമാധാനത്തെ കണ്ടെത്തണം. ദൈവത്തിൻ്റെ നീതി വിശ്വാസം ഹേതുവായും വിശ്വാസത്തിനായി കൊണ്ടും വെളിപ്പെടുന്നു. നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുമെന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. അപ്പൊ എന്ത് വിശ്വസിക്കണം? എൻ്റെ ഉള്ളിൽ തന്നെയാണ് ദൈവരാജ്യം, ആ ദൈവരാജ്യത്തിനകത്ത് തന്നെയാണ് നീതി. ഇങ്ങനെ വിശ്വസിക്കാനാണ് പൗലോസ് പറയുന്നത്. അപ്പൊ വിശ്വാസത്തോടു കൂടെ നമ്മളങ്ങ് ഡിക്ലെയർ ചെയ്യുക, ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങളും എൻ്റെ ഉള്ളിലാണെന്നുള്ള വിശ്വാസം ഇപ്പം ഡെവലപ്പ് ചെയ്യണം. അപ്പോൾ കടുക് പണിയോളെങ്കിലും വിശ്വാസം വരട്ടെ, ഞാനാണ് കർത്താവിൻ്റെ രാജ്യമെന്നും ഞാനാണ് കർത്താവിൻ്റെ നീതിയെന്നും കടുക് പണിയോളമെങ്കിലും ഇപ്പോൾ വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ശരിക്കും മലകളെ നീക്കാൻ പറ്റും. ഇപ്പോൾ ഒരു മലയെ നീക്കാനുള്ള ഒരു മലയുടെ പേര് ഞാൻ പറയട്ടെ, ക്രിസ്തീയ മതം. ശിഷ്യ വകുപ്പ് മുതൽ അടുത്ത് ജൂനിയർ, ഇൻ്റർമീഡിയറ്റ്, സീനിയർ, സൂപ്പർ സീനിയർ, പിന്നെ യൂത്ത് ഫെലോഷിപ്പ്, പിന്നെ ചർച്ചിൻ്റെ കൺഫർമേഷൻ, അത് കഴിഞ്ഞിട്ട് പിന്നെന്താ തിരുവത്താഴമൊക്കെ എടുത്ത് എല്ലാ സാക്രമെന്തുകളൊക്കെ ഉൾപ്പെട്ട് അങ്ങനെ വരുന്ന ആ പഴയ മനുഷ്യൻ, ആ മനുഷ്യന് ഒരുപാട് മോഹങ്ങളുണ്ട്, ചതിമോഹങ്ങൾ, വഷളത്വമുണ്ട്. അങ്ങനെയുള്ള മതത്തിൻ്റെ വക്താവായ പഴയ മനുഷ്യനെ ഉപേക്ഷിച്ചിട്ട് അങ്ങ് മേലെ നിന്ന് വരുന്ന ആത്മാവല്ല, നിങ്ങളുടെ ഉള്ളിലെ ആത്മാവ് സംബന്ധമായി പുതുക്കം പ്രാപിച്ച് എങ്ങനെ, അടുത്തതാണ് ഇമ്പോർട്ടൻ്റ്, സത്യത്തിൻ്റെ ഫലമായ നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതു മനുഷ്യനെ ധരിച്ചുകൊള്ളുകയും. അപ്പോൾ ഇതാ പറയുന്നത്, നിങ്ങൾ എന്ന് പറയുന്ന വ്യക്തി ദൈവത്തിൻ്റെ രൂപത്തിലും ദൈവാനുരൂപമായി ദൈവത്തിൻ്റെ രൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട വ്യക്തിയാണ്. ആ വ്യക്തിയെ സൃഷ്ടിച്ചിരിക്കുന്നത് നീതിയിലും വിശുദ്ധിയിലുമാണ്. അപ്പം ജഡമനുഷ്യൻ, പഴയ മനുഷ്യൻ, വഷളായി പോകുന്ന മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത് ജഡത്താലും രക്തത്താലും, ജഡവും രക്തവും. പക്ഷെ പുതു മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത് നീതിയിലും വിശുദ്ധിയിലും. അപ്പം നീതി എവിടെയുണ്ട്? നമ്മിൽ തന്നെയുണ്ട്. അപ്പോൾ നീതി അന്വേഷിച്ച് എവിടെ പോകണ്ട? പുറമേ ഒരിടത്തും പോകേണ്ട ആവശ്യമില്ല. അപ്പോൾ യേശു കർത്താവ് പറഞ്ഞ കാര്യം, മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക എന്ന് പറയുന്നത് ആരെക്കുറിച്ച് തന്നെയാണ്? നമ്മെ ഓരോരുത്തരെ കുറിച്ച് തന്നെയാണ്. അത് എക്സ്റ്റേണലി അല്ല, ഇന്റേണലിയാണ്. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഒരു പ്രോഫിറ്റിക്കലായിട്ടുള്ള ഒരു കാര്യം നമുക്കൊന്ന് ചെയ്യാം. നിങ്ങളൊന്ന് കണ്ണടച്ചിട്ട് നിങ്ങളുടെ ഉള്ളിലിരിക്കുന്ന സത്യത്തിൻ്റെ ഫലമായ നീതിയുടെ ഫലമായ ആ പുതു മനുഷ്യനെ നിങ്ങളൊന്ന് കണ്ടേ. പുതിയ ആളെ ഒന്ന് കണ്ടേ. ആ പഴയ മനുഷ്യൻ, വഷളത്വമുള്ള പഴയ മനുഷ്യനെ മാറ്റി കർത്താവ് ഇപ്പോൾ നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപനായി സൃഷ്ടിക്കപ്പെട്ട പുതു മനുഷ്യൻ. ആ നീതിയിലാണ് നമ്മുടെ സൃഷ്ടി. ആ നീതിയുള്ള നമ്മളൊന്ന് കണ്ടേ. എന്നിട്ട് നമ്മൾ ദൈവത്തിൻ്റെ ആ രാജ്യമാണെന്നുള്ള ആ ഒരു ശരിക്കുമുള്ള ബ്രോഡായിട്ടുള്ള ആ ഒരു പിക്ചർ എനിക്ക് കൊണ്ടുവന്നേ. ഞാനെന്ന് പറയുന്ന വ്യക്തി ദൈവത്തിൻ്റെ രാജ്യമാണ്. ദൈവത്തിൻ്റെ സകല റിസോഴ്സുകളും, ദൈവത്തിൻ്റെ സകല പൊട്ടൻഷ്യലും, ദൈവത്തിൻ്റെ സർവാധികാരവും
ഉള്ള ഒരു രാജ്യമാണ് ഞാൻ. യേശുക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞത് അങ്ങനെയല്ലേ? ദൈവത്തിൻ്റെ സകല സമ്പൂർണ്ണതയും ദേഹരൂപത്തിൽ വസിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ജീസസ് ക്രൈസ്റ്റ് ജീവിച്ചിരുന്നപ്പോൾ. അതുപോലെ തന്നെയാണ് നമ്മെക്കുറിച്ച് പറയുന്നത്. ദൈവാനുരൂപനായി സൃഷ്ടിക്കപ്പെട്ടു, നീതിയിലും വിശുദ്ധിയിലും സൃഷ്ടിക്കപ്പെട്ടു, സകല പൊട്ടൻഷ്യലും വെച്ചു. അങ്ങനെ ആ ഒരു രാജ്യവും പുരോഹിതനുമാക്കി നമ്മെ ദൈവം മാറ്റിവെച്ചിരിക്കുന്നു. ആ വ്യക്തിത്വത്തെ കാണാനാണ് ജീസസ് പറയുന്നത്. അങ്ങനെ നിങ്ങളിൽ ആ പൊട്ടൻഷ്യലായിട്ടുള്ള ദൈവത്തിൻ്റെ രാജ്യവും നീതി നിങ്ങൾക്ക് കാണാനായാൽ നിങ്ങൾ ജാതികളെപ്പോലെ രാവിലെ എണീറ്റ് ഓടണ്ട, എന്ത് തിന്നും എന്ത് കുടിക്കുമെന്ന് ചിന്തിക്കണ്ട. അതെല്ലാം കർത്താവ് നിങ്ങൾക്കായിട്ട് ഒരുക്കി നൽകും. നിങ്ങളൊന്നാലോചിച്ച്, കാട്ടിലെ മൃഗങ്ങളെ പോറ്റുന്നതാരാ? ആദ്യത്തിൽ തന്നെ ഉള്ളതാ. വയലിലെ താമരയെ പോറ്റുന്നതാരാ? കാക്കയെ പോറ്റുന്നതാരാ? പുല്ലുകൾക്ക് ആഹാരം കൊടുക്കുന്നതാരാ? സോ സർവ സൃഷ്ടിക്കും വേണ്ടുന്ന റിസോഴ്സുകളെല്ലാം ദൈവം അന്നും ഇന്നും എന്നും കരുതുന്നത് പോലെ. നാട്ടിലെ ഒരു കാക്കയും ഇന്നയോളം പട്ടിണി കിടന്ന് ചത്തിട്ടില്ല. കാട്ടിലെ ഒരു മൃഗങ്ങളും ഇന്നയോളം പട്ടിണി കിടന്ന് ചത്തിട്ടില്ല. സമുദ്രത്തിലെ മത്സ്യങ്ങളൊന്നും പട്ടിണി കിടന്ന് ചത്തിട്ടില്ല. ചാകുന്നുണ്ടാവും, മനുഷ്യൻ്റെ കയ്യിലിരിപ്പുണ്ട്. പക്ഷെ ദൈവത്തിൻ്റെ റിസോഴ്സിൻ്റെ കുറവ് കൊണ്ട് ഇന്നയോളം ഒരു ജീവജാലങ്ങളും ചത്തുപോയിട്ടില്ല. അങ്ങനെയെങ്കിൽ ദൈവത്തിൻ്റെ രാജ്യവും ദൈവത്തിൻ്റെ നീതിയുമായ മനുഷ്യ, ദൈവത്തിൻ്റെ പുത്രന്മാരും പുത്രികളുമായ മനുഷ്യ, നിന്നെ കർത്താവ് എത്രയധികം പുലർത്തും. കർത്താവ് നിന്നെ എത്രയധികം പുലർത്തും. അപ്പോൾ നമ്മുടെ പൊട്ടൻഷ്യൽ എന്താണെന്നുള്ളത് നമുക്കൊന്ന് കാണാൻ ശ്രമിക്കുക. കണ്ണടച്ചിരിക്കുമ്പോൾ നമ്മൾ ആരാണെന്നുള്ളൊരു ബോധം ഉണ്ടായി വരട്ടെ. നമ്മൾ ശരിക്കും ആരാണെന്നുള്ളൊരു ബോധം ഉണ്ടാക്കി വെക്കുക. അതാണ് ഏറ്റവും അത്യന്താപേക്ഷിതമായ കാര്യം. ഞാൻ ഒരു വാക്യം കൂടെ വായിക്കാം. നിങ്ങൾ കണ്ണടച്ച ധ്യാനത്തിലിരിക്കുമ്പോൾ ഒരു വാക്യം കൂടെ വായിക്കാം. 127-ാമത്തെ സങ്കീർത്തനം. 127-ാമത്തെ സങ്കീർത്തനത്തിനകത്ത് 2-ാമത്തെ വാക്യം ഞാൻ വായിക്കാൻ പോകുന്നത്. നിങ്ങൾ അധികാലത്ത് എഴുന്നേൽക്കുന്നതും നന്നാ താമസിച്ച് കിടക്കാൻ പോകുന്നതും കഠിന പ്രയത്നം ചെയ്ത് ഉപജീവിക്കുന്നതും വ്യർത്ഥമത്രേ. തൻ്റെ പ്രിയനോ അത് അവൻ ഉറക്കത്തിൽ കൊടുക്കുന്നു. ലോകത്തിൻ്റെ തിയറി കഠിനാധ്വാനം ചെയ്ത് ജീവിക്കണമെന്നാണ്. വിയർപ്പോടുകൂടെ ആഹാരം കഴിക്കണമെന്നാണ്. അധ്വാനിക്കുന്നവൻ ആഹാരം കഴിക്കരുതെന്നാണ് ലോകത്തിൻ്റെ തിയറി. അത് ലോകം പറയുന്ന തിയറിയാണ്. പക്ഷെ ബൈബിൾ പറയുന്ന തിയറി ഇങ്ങനെയാണ്: നീ അധികാലത്ത് എഴുന്നേൽക്കുന്നതും നന്നേ താമസിച്ച് കിടപ്പാൻ പോകുന്നതും കഠിന പ്രയത്നം ചെയ്ത് ഉപജീവിക്കുന്നതും വ്യർത്ഥമത്രേ. തൻ്റെ പ്രിയനോ അവനത് ഉറക്കത്തിൽ കൊടുക്കുന്നു. സോ നിങ്ങൾക്ക് നിങ്ങളെ പൊട്ടൻഷ്യലിനെ കുറിച്ച് നല്ല ബോധ്യമുണ്ടെങ്കിൽ നിങ്ങളുടെ റിസോഴ്സ് ഒരുക്കുന്നത് സ്വർഗത്തിലെ അപ്പനാണ്. നിങ്ങൾ അതിനു വേണ്ടി അധ്വാനിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ അറിയേണ്ടത് നിങ്ങളുടെ പൊട്ടൻഷ്യൽ എന്തിനു വേണ്ടിയാണ് കർത്താവ് നിങ്ങളെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ദൈവാനുരൂപനായി നിങ്ങളെ സൃഷ്ടിച്ചത് എന്തിനാ? നിങ്ങൾ നിങ്ങളെക്കുറിച്ച് അറിയുക, നിങ്ങളുടെ ഐഡൻറ്റിറ്റിയെക്കുറിച്ച് അറിയുക, നിങ്ങളുടെ പദ്ധതിയെക്കുറിച്ച് അറിയുക, നിങ്ങളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഉദ്ദേശശുദ്ധി അറിയുക. ദൈവം നിങ്ങളെ ഏത് പദ്ധതിയിലേക്കാണ് ആക്കി വെച്ചിരിക്കുന്നതെന്ന് അറിയുക. അതറിഞ്ഞു കഴിയുമ്പോൾ പിന്നെ നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ മറ്റൊരു ദിശയിലേക്ക് തിരിയാൻ